സുഹൃത്തുക്കളെ, സർവേകൾ ജനങ്ങളുടെ യഥാർത്ഥ വികാരത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരു സാമൂഹ്യ മാധ്യമം നടത്തിയ സർവേയിൽ 11% ആളുകൾ മാത്രമാണ് LDF മാക്സിമം 75 സീറ്റ് വരെ ലഭിച്ചേക്കും എന്ന് കരുതുന്നത് കേരളത്തിൽ. എന്നാൽ 40%-ലധികം ആളുകൾ കരുതുന്നത് LDF 25-30 ഇടയിൽ സീറ്റുകൾ ലഭിച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 11-41% കഴിഞ്ഞാൽ അവിടെ 52% കഴിഞ്ഞ് ബാക്കി വരുന്ന 48% ആളുകളും ഈ 25%-ൽ താഴെ വോട്ട് LDF ലഭിക്കുമെന്ന് കരുതുന്നവരാണ്. അങ്ങനെയൊന്നും ആകില്ല. പേഴ്സണലി ഞാൻ കരുതുന്നത് ഒരു 55 സീറ്റിന് മുകളിൽ എന്തായാലും LDF വിജയിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ഇതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികം വൈകാതെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട തീയതി പ്രഖ്യാപിച്ചേക്കും. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇനി അധികം വൈകാതെ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരവിപുരത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. അവിടെ വിഷ്ണു മോഹനൻ എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്ത് പോയ ഒരാളെ RSP സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുമ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ RSPയിലെ ചില പ്രവർത്തകർ VD സതീശനെ കൊണ്ട് അഭിപ്രായപ്പെടുകയാണ്, ഇവിടെ വിഷ്ണു മോഹൻ UDF സ്ഥാനാർത്ഥിയായി നിന്നാൽ വിജയിക്കില്ല. അപ്പോൾ VD സതീശൻ നിസ്സഹായനാണ്. ഹീസ് ക്വൈറ്റ് ഹെൽപ്ലെസ്. കാരണം RSP എന്ന് പറഞ്ഞാൽ UDFിലൊരു ഘടകകക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞത് ബേസിക്കലി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇരവിപുരത്തെ വിജയസാധ്യത ഈ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ, അഥവാ ഇരവിപുരത്ത് UDFന് വിജയിക്കാൻ അനുകൂലമായ സാഹചര്യമൊരുക്കാൻ പ്രവർത്തകരും നേതാക്കളും ഇരവിപുരത്ത് സജ്ജരാകേണ്ടതാണ്. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ തന്നെ മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പാലക്കാട് സിനിമാ നടൻ രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ PV അൻവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയല്ലോ. അതിൽ പല വെളിപ്പെടുത്തലുകളിൽ ഒരു വെളിപ്പെടുത്തൽ ഇതാണ്: കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് കണക്കിൽപ്പെടാത്ത രീതിയിൽ കണ്ടെത്തുന്ന യാത്രക്കാരുടെ അടുത്തുള്ള സ്വർണം കസ്റ്റംസ് പിടിച്ചെടുക്കാതെ അവർ കേരള പോലീസിന് വിവരം നൽകി ഈ യാത്രക്കാർ പോകുന്ന വഴിയിൽ കേരള പോലീസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള വാർത്തകൾ വന്നു. അപ്പോൾ അതായത് കേരള പോലീസിൻ്റെ കീഴിൽ കൂടുതൽ കേസുകൾ രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയായ മലപ്പുറമാണ്. സ്വാഭാവികമാണ്, പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. അന്ന് PV അൻവർ ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. തൃശ്ശൂർ പൂരം കനക്കുന്നതിൽ ADGPക്കുണ്ടായിരുന്ന പങ്കിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. ആ സംഭവങ്ങളെ തുടർന്ന് അന്ന് ചില ആളുകളെങ്കിലും കരുതിയിരുന്നു, പഴയ സിമിയുടെ നേതാവായ ഒരല്പമെങ്കിലും ആദർശം ബാക്കിയുണ്ടെങ്കിൽ KT ജലീൽ PV അൻവറിനൊപ്പം നിൽക്കുമെന്ന്. രാഷ്ട്രീയ ഉപശാപകളിൽ, അതായത് എന്താ പറയുക, ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ മാധ്യമപ്രവർത്തകരിലും മറ്റും ലഭിക്കുന്ന സോഴ്സ് അനുസരിച്ച് അന്ന് KT ജലീൽ PV അൻവറിനൊപ്പം നിൽക്കാനൊരു സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യതയെ CPM തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ കാരണം, KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇനി
തവനൂരിൽ മത്സരിക്കാനില്ല എന്നല്ല, ഒരിടത്തും മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം മാതൃഭൂമി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം അത് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കോളേജിലേക്ക് തിരിച്ചുപോയി കോളേജ് അധ്യാപകനായി സർവീസിൽ തുടർന്ന് കോളേജ് അധ്യാപകനായി റിട്ടയർ ചെയ്യുക, അതോടൊപ്പം തൻ്റെ മറ്റ് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ള തൻ്റെ ഇടപെടലുകളിലൂടെ സാധിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി മത്സരിക്കാനില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കേൾക്കുന്നു KT ജലീൽ തവനൂരിൽ തിരിച്ചെത്തിയേക്കാം, മത്സരിച്ചേക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, KT ജലീൽ ആ അഭിമുഖത്തിൽ തന്നെ അവകാശപ്പെടുന്നത് തൻ്റെ മൊത്തം വോട്ട് 2016 അപേക്ഷിച്ച് കൂടി. അപ്പോൾ അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ്, അതായത് ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തു, ജനസംഖ്യയിൽ 2016 അപേക്ഷിച്ച് എന്ത് വർധനവുണ്ടായി, അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് പെർസെൻറ്റേജ് എത്ര കൂടി, നമ്പർ ഓഫ് വോട്ട്സ്, മൊത്തം കിട്ടിയ വോട്ടിൽ തനിക്ക് തൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും 2016 കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ജലീലിൻ്റെ അവകാശവാദം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ്, മൊത്തം വോട്ടിൽ അദ്ദേഹത്തിന് കിട്ടിയ പെർസെൻറ്റേജിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ 16,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇഫ്തിഖാറിന് ഇതിനെ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജലീലിന് കഴിഞ്ഞ തവണ 2,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ഇത്തവണ ജലീൽ മത്സരിക്കാനെത്തുന്നതോടെ സംഭവിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല വിഷയങ്ങളിലും ഈ മലപ്പുറം ജില്ലയിലെ ഒരു പ്രബല സമുദായം എന്ന നിലക്ക് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വരുമ്പോൾ ജലീൽ അതിനെല്ലാം ഒരു തരം വേറൊരു രീതിയിലാണ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ മുസ്ലിം ജനസമൂഹത്തിൻ്റെ ഈ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂസ്ലി ഹേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഇടയിലുണ്ട്. ഏതൊരു ഉദാഹരണത്തിന്, പിണറായി വിജയൻ കേരള ഹൗസിൽ വെച്ച് ദ ഹിന്ദു പത്രത്തിനൊരു അഭിമുഖം നൽകി. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന PR ഏജൻസിയിലെ 2 വ്യക്തികൾ മലപ്പുറത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ, മലപ്പുറം ഈസ് എ ഹബ് ഓഫ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്ന് എഴുതി ചേർക്കാൻ പറഞ്ഞു. അത് എഴുതി ചേർക്കുകയും ചെയ്തു. പിന്നീട് അത് തിരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ടാകുമ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാതിരുന്ന, അത്തരം വിഷയങ്ങളിലെല്ലാം CPMനെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്ത KT ജലീലിനെതിരെ വലിയൊരു വികാരം ഈ സംസ്ഥാനത്തുടനീളം ഉണ്ട്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ജലീൽ തവനൂരിൽ മത്സരിക്കാൻ വന്നാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളിലും, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്, പട്ടാമ്പി പോലെയുള്ള മണ്ഡലങ്ങളിലും, അതുപോലെ തന്നെ ഇപ്പോൾ കേൾക്കുന്ന അവസാനം ബാലുശ്ശേരി മണ്ഡലത്തിൽ ലീഗ് മത്സരിച്ചേക്കും. വിജയസാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഡീലിമിറ്റേഷന് മുമ്പ് AC ഷൺമുഖദാസ് മത്സരിച്ചിരുന്ന മണ്ഡലമാണ്. അപ്പോൾ എന്തായാലും സംഭവിക്കാൻ പോകുന്നത്, മലപ്പുറം ജില്ലയിൽ KT ജലീൽ സ്ഥാനാർത്ഥിയായാൽ ഇത് തവനൂരിൽ മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളെയും മോശമായി ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് KT ജലീലിനുള്ള ഇമേജ്. അപ്പോൾ അദ്ദേഹം പല രീതിയിൽ പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളത് അദ്ദേഹം കാശ്മീർ സന്ദർശിച്ചപ്പോൾ വെളിപ്പെട്ടതുമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നു, മട്ടന്നൂരിൽ മൽസരിക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ശൈലജ ടീച്ചറോട് ചോദിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടട്ടെ, നാളെ ഞങ്ങൾ പറയാം എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനങ്ങൾ വരട്ടെ. നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.